नमः अविघ्नमस्तु। राम 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 पाहि मां। राम 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 पाहि मां। ഏവർക്കും നമസ്കാരം. ഏവർക്കും ശ്രീരാമദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കുസുമദല ഫല മധുലത തരുപൂർണമായ മണികനകം അതിവിഗതമായി കർക്കിടക പൊൻപുലരിയും ആഗതമാവുകയായി. അക്ഷരകേരളം രാമായണ മാസത്തിലേക്ക്, രാമായണ പാരായണത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. രാമായണ മാസം ആചരണത്തിന്റെ ഭാഗമായി ഈ ജൂലൈ 16 തന്നെ നമ്മുടെ രാമായണ പാരായണ മത്സരം ആരംഭിക്കുകയാണ്. രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തവീനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ വന്യസന്തപ്തലോഹസ്ഥാം ഭുവിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസ്തമാം ലോകവുമാലോലചേതസാ ഭോഗങ്ങൾ. സ്വാഗതം, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപൊഴുതു ഭവനസുതൻ ആദരമായ ശാരിക പൈതലിൽ മുഖദ്വാരമതി വിപുല തദനു തവ ഹൃദി സ്മതിയായി. രാമായണ ഈരടികൾ അഖില ജഗദധിപതിക്കായി തുഞ്ചത്താചാര്യനാൽ വിരചിതമായ അധ്യാത്മ രാമായണം രാമായണ മാസത്തിൽ പാരായണം ചെയ്യുവാൻ നിങ്ങളെ ഓരോരുത്തരെയും അക്ഷരകേരളം സ്വാഗതം ചെയ്തുകൊള്ളും. കിളിമകളോട് അതിസരസം അതിവരമൊഴിയായി വഴമൊഴി വാക്മൊഴിയായി കളമൊഴിയായി വാഗ്മലർ തരുനികര വാഗ് വരപ്രസാദമായി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അനുസരണ മധുരരസ വരാക്ഷര വചനങ്ങളുമായി കൈരളിക്ക് സമർപ്പിച്ച അധ്യാത്മ രാമായണം നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ദിവസവും 10 മിനിറ്റാണ്. 5 മിനിറ്റിൽ കുറയുവാനും പാടില്ല. വായിക്കേണ്ട ഭാഗങ്ങൾ തലേന്ന് തന്നെ തരുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ദിവസവും 20-ലായിരിക്കും മാർഗിടുക, തെറ്റുക, രണ്ടാമത് തെറ്റി എടുത്തു വായിക്കുക, പദം പിരിക്കുന്നത് തെറ്റുക, വാക്കുകൾ തെറ്റായി പാരായണം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഓരോ മാർഗവീതവും ആ എപ്പിസോഡിൽ മൈനസായി തീരുന്നതായിരിക്കും. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് പാരായണം ചെയ്ത് ചിത്രീകരിച്ച വീഡിയോ അക്ഷരകേരളം ഗ്രൂപ്പിൽ, അതായത് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. രാത്രി 10-ന് ശേഷം വരുന്ന പോസ്റ്റുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. വായിക്കുമ്പോൾ ഡ്രസ് കോഡ് ഏതുമാകാം. ഡ്രസ് കോഡ് നമുക്ക് പ്രത്യേകമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അനുസരിച്ചിടാം. സെറ്റ് സാരി എടുക്കുന്നവർക്ക് കൊടുക്കാം. അതല്ല, നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ് കോഡുകളില്ല. ദീപം തെളിയിച്ച നിലവിളക്ക് ഫ്രെയിമിൽ ഉണ്ടായിരിക്കണം. നമ്മള് മൊബൈൽ വെക്കുന്ന ഫ്രെയിമിനകത്തില് നമ്മൾ രാമായണം നമ്മൾ ഇത് പാരായണം ചെയ്യുന്നതിന് സമീപത്തായിട്ട് നിലവിളക്ക് ഉണ്ടായിരിക്കണം. നിലവിളക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മൈനസ് മാർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും പാരായണം തുടങ്ങേണ്ടത് ശ്രീരാമ രാമ രാമ എന്ന് തുടങ്ങുന്ന ഈരടികളോടെ ആവണം. ശേഷം തരുന്ന ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അയോധ്യാകാന്ഡമാണ് തരുന്നതെന്ന് വിചാരിക്കുക. പക്ഷെ എങ്കിലും രാമായണം തുടങ്ങുന്ന ആ ഭാഗത്തുള്ള ശ്രീരാമ രാമ രാമ എന്നുള്ള ആ ഇരടികൾ അതിന് തന്നെ നമ്മൾ ചൊല്ലണം. ശേഷമായിരിക്കണം അയോധ്യാകാന്ഡം തുടങ്ങേണ്ടത്. ഒരു ദിവസം നിങ്ങൾ വായിക്കുന്നില്ല അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ അന്നത്തെ മാർക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ഓരോ ദിവസവും വായിക്കുക. ഇപ്പം 31 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്നാണ് നമ്മൾ പറയുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ തരുന്ന ഭാഗങ്ങൾ എല്ലാവരും പാരായണം ചെയ്യണമെന്നാണ് ഈ മത്സരത്തിന്റെ അറിയിപ്പായിട്ട് പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ രാമായണ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നിബന്ധനകൾ. എല്ലാ ദിവസവും നമ്മൾ വായിക്കേണ്ട ഭാഗങ്ങൾ തലേന്ന് തന്നെ തരുന്നതായിരിക്കും. എവിടെ തുടങ്ങണം, എവിടെ നിർത്തണമെന്നുള്ള ഭാഗം കറക്റ്റായിട്ട് എഴുതി വാട്സപ്പ് ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. അതായത് രാമായണ രജിസ്ട്രേഷൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്.
അതിൽ തരുന്നതായിരിക്കും. അതിനനുസരിച്ച് വേണം ആ ഭാഗങ്ങളായിരിക്കണം വായിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ജനുവരി 17-ാം തീയതി ആയിരിക്കും തരുന്നത്. ആ 17-ാം തീയതി രാവിലെ 6 മുതൽ രാത്രി 10 വരെ നിങ്ങൾക്ക് പോസ്റ്റാം. 10-ന് ശേഷമായിരിക്കും ഞാൻ മാർക്കിടാനിരിക്കുക. എന്റെ കൂടെ വേറെ ആൾക്കാരുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മാർക്കിടും. ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് മാർക്കിടും. 10 മണിക്ക് ശേഷം വരുന്ന വീഡിയോസ് നമ്മൾ അംഗീകരിക്കില്ല. ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏവർക്കും ശ്രീരാമദേവന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹം. തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോ